ഹലോ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് മീഷോന്ന് ഞാൻ കുറച്ച് ഓർണമെൻറ്റ്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എന്താ വെച്ചാൽ നമുക്ക് ബ്രൈഡ് ആവാൻ പോകുന്ന പെൺകുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ജ്വല്ലറിയുടെ സെറ്റാണ് കേട്ടോ. അത് വെച്ചാൽ മാല, ചോക്കർ പോലത്തെയും കുറച്ച് ലോങ് ചെയിനും ഹിപ്പ് ചെയിൻ, മാട്ടി, അതുപോലെ കമ്മൽ, അങ്ങനെയൊക്കെ വരുന്നൊരു ഫുൾ സെറ്റാണത്. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. 400 സംതിങ്ങിനാണ്. പിന്നെ ഓൾറെഡി ഞാൻ എൻ്റെ മാരേജിന് ഫസ്റ്റ് ലുക്ക് വന്നിട്ട് ഞങ്ങൾ ഗുരുവായൂർ വെച്ചിട്ടാണ് തലയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ലുക്കിന് ഇതേ സെയിം ഡ്രസ്സ് തന്നെ ആയിട്ട്, അത് എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ഫസ്റ്റത്തെ വെച്ചാൽ താലി കെട്ടുന്ന ടൈമിൽ ഞാൻ ഉടുത്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ്. ഇതിൻ്റെ കൂടെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഇമിറ്റേഷൻ ഗോൾഡ് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ അതിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ മാല വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതാണ് ഈ ഒരു ചെയിനാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു ലോങ് ചെയിനും കൂടെ വരുന്നുണ്ട്. ഇതാണ് കേട്ടോ അത്. പക്ഷേ ഇതിൻ്റെ ഞാൻ ഇത് യൂസ് ചെയ്തായിരുന്നില്ല, ഞാൻ ഇത് മാത്രം ഉപയോഗിച്ചായിരുന്നു. ഇതും പിന്നെ ഹിപ്പ് ചെയിനും മാട്ടി കമ്മലും മാത്രം യൂസ് ചെയ്തിരുന്നുള്ളൂ. ഇത് ഇങ്ങനെ വടിക്കഷ്ടം നിൽക്കണ പോലെ നിന്നിരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ പറ്റാത്ത രീതിയിൽ. അത് കാരണം ഇത് ഞാൻ ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ ഇത് ഭംഗിയുണ്ട് കേട്ടോ, രസമുണ്ട് കാണാൻ. അപ്പം ഇതിൻ്റെ ഈ ഒരു ഇതിൻ്റെ ഹിപ്പ് ചെയിനും ഇങ്ങനെ തന്നെ ആയിട്ടാണ് വരുന്നത്. ഇതേ സെയിം ഡിസൈനും കാര്യങ്ങളും തന്നെ വരുന്നത്. പിന്നെ ഇതിൻ്റെ മാട്ടി ഇതാണ് വരുന്നത്. ഇതിൻ്റെ കോല് ഊരിയാണ് ഇങ്ങനെയാണ് വരുന്നത്. അടുത്ത ചെയിൻ വന്നിട്ട് ഇതാണ് കേട്ടോ. ഏകദേശം രണ്ടും ഒരേപോലത്തെ പാറ്റേണാണ് വരുന്നത്. പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റ്. അതായത് അധികം കട്ടി കാര്യങ്ങളൊന്നുമില്ല. മറ്റേ ചോക്കറിനേക്കാൾ ഒതുങ്ങിയിട്ടല്ല ഇങ്ങനെ പരന്ന് കിടക്കണതാണ്. പക്ഷെ ടൈറ്റ് ചെയ്ത് ഇടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിടക്കും. ഇനി അതിൻ്റെ ഫുൾ സെറ്റായിട്ട് ഇട്ട് കാണിക്കട്ടെ. ഇതിൻ്റെ ലോങ് ചെയിൻ അടിപൊളിയാണ്. വെച്ചാൽ എനിക്കൊരു ഞാൻ കാണിച്ചിട്ടാ ഏതൊക്കെ എങ്ങനെ വേണിച്ചാൽ ഇങ്ങനെയല്ല, ഇങ്ങനെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഒതുങ്ങി കിടക്കണ പോലെയാണ്. ശരിക്കും എനിക്ക് ഇങ്ങനത്തെ മാലയായിട്ട് ഇഷ്ടം, നല്ല ഒതുങ്ങി കിടക്കണത്. ഇതാകുമ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ടും എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ചെയ്ത് നോക്കിയാൽ നല്ല രസമായിട്ട് കിടക്കുന്നുണ്ട്. എനിക്ക് ഇതിനേക്ക് ഇതാണ് ഇഷ്ടമായത്. പക്ഷെ ഞാനത് എൻ്റെ കല്യാണത്തിൽ കഴിക്കുകയെന്ന് വെച്ചാൽ ഒന്നും കൂടെ രസമായിട്ടുണ്ടാവും തോന്നിക്ക് ഞാൻ. കാരണം ലോങ് ചെയിൻ ഇങ്ങനത്തെ ഒരു സെറ്റാണ് ഞാൻ ഈ ഒരു സാരിക്ക് വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ടൈമിൽ ഞാൻ അത്രയും പ്രതീക്ഷിച്ചിട്ട് അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫസ്റ്റത്തെ വെച്ചാൽ ചോക്കറും ഹിപ്പ് ചെയിനും ബാക്കിയുള്ള ഐറ്റംസൊക്കെ അടിപൊളിയാണ്. എനിക്ക് ഈ ലോങ് ചെയിൻ മാത്രം അതിൻ്റെ എനിക്ക് ഇഷ്ടമായില്ല. കാരണം ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ട് അത് എനിക്ക് ഇങ്ങനെ വന്നത്. അതെനിക്ക് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അഞ്ചു ചേച്ചി അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്ത് തന്ന കാരണം സത്യത്തിൽ ഞാൻ എൻ്റെ കല്യാണത്തിൽ ഞാൻ തന്നെ മേക്കപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ കല്യാണത്തിൻ്റെ തലേന്ന് വരെ ഞാൻ തന്നെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഞാൻ അവൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞത് ഞാൻ തന്നെ ചെയ്യുന്നത്, മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഏൽപ്പിക്കുന്നില്ല. കാരണം ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ആയിരുന്നു. ഇപ്പം ഞാൻ വർക്ക് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ എല്ലാം അറിയാമല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാമല്ലോ എന്നുള്ള പ്ലാനായിരുന്നു. പക്ഷെ എനിക്ക് നൈറ്റ് ആവുന്നതോറും എനിക്ക് ടെൻഷൻ കൂടി വന്നു. കാരണം നമുക്കറിയാം ഒരു 3 മണിക്കൂർ എന്തായാലും നമുക്ക് മേക്കപ്പിന് വേണ്ടിയിട്ട് എടുക്കണം. പക്ഷേ എനിക്ക് ആ ടൈമിൽ ടെൻഷനും കാര്യങ്ങളും കൊണ്ട് അത് ആ കറക്റ്റ് ടൈമിൽ തീരും, ഇനി അത് ഫിനിഷ് ആവില്ലേ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു നന്നായിട്ട്. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഗുരുവായൂരുള്ള സിയെന്ന് അഞ്ചു ചേച്ചിനെ വിളിച്ചിട്ട് ചേച്ചി വന്നിട്ട് ഞാൻ തലേന്ന് രാത്രിക്ക് ഞാൻ വിളിച്ച് ഞാൻ ചേച്ചിയോട് വരാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി എന്നിട്ട് പുലർച്ചെ നേരത്തെ വന്നിട്ടോ മേക്കപ്പ് ചെയ്താണ് അങ്ങനെ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ മാട്ടി. ഇതൊക്കെ ഇഷ്ടമായി, നല്ല ക്യൂട്ടായിട്ടുള്ള മാട്ടി. എങ്ങനെയല്ലോ തോന്നില്ലേ അവർക്ക് അവിടേക്കട്ടെ. ഇതാണ് എൻ്റെ കമ്മലിട്ടാ. എല്ലാം കൊടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇടപാടായിട്ട് പോകും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഏതെങ്കിലും ബ്രൈഡുകൾ ഇപ്പോൾ ഗോൾഡൊക്കെ എടുക്കാൻ നല്ല റേറ്റല്ലേ വരുന്നത്, നല്ല റേറ്റ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും മേടിച്ച് ഉപയോഗിക്കാൻ പറ്റുകയാണെന്ന് വെച്ചാൽ മേടിച്ച് ഉപയോഗിച്ചോട്ടെ എന്നുള്ളതിൽ ചെയ്തു എന്നുള്ള വീഡിയോ.
ഇത് സെക്കൻഡ് കേട്ടോ. ഇനി ഞാൻ ഒരു കുഞ്ഞ് ചെയിനും കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് നോർമലി നമുക്ക് സാരീസിൻ്റെ കൂടെയൊക്കെ, ഇതും സാരീസിൻ്റെ കൂടെ യൂസ് ചെയ്യാം, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ സിമ്പിളായിട്ടുള്ളൊരു ഇതാ. അതിൻ്റെ കൂടെ കമ്മലും വരുന്നുണ്ട്. അത് അധികം റേറ്റ് വരുന്നില്ല കേട്ടോ. 80 രൂപ, ഞാൻ 85 രൂപയ്ക്ക് 100 രൂപയുടെ ഉള്ളിലാണ് എന്തായാലും ആ ഒരു ചെയിൻ വരുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ മല. നല്ല രസമില്ലേ, സിമ്പിളായിട്ടുള്ള മല. ഇങ്ങനത്തെ ഡ്രസ്സിനൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്കായി പോകുന്നു. ഇതിൻ്റെ കമ്മല് വന്നിട്ട് ഇങ്ങനത്തെ കേട്ടാ. ഓക്കെ, ഇത് നല്ല രസമുള്ളതാണ്. പക്ഷേ എനിക്ക് ഭയങ്കര വലുതാണ്. ഞാൻ പണ്ടത്തെ ഏതോ ഇങ്ങനെ മേക്ക് ഓവറിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സാധനം. ഞാൻ ഏതോ 2 വർഷം മുന്നേ കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞില്ല, 2 വർഷം കഴിഞ്ഞു. 2.5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, 2 വർഷമായി പോയി. അപ്പോൾ ഇതാണ് കമ്മൽ. ഇതിന് ബാക്കി ഐറ്റംസ് ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് മാല ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മുന്നേ മേടിച്ചാട്ടോ. ഇപ്പം ഇങ്ങനെ റേറ്റ് കാര്യങ്ങൾ പക്ഷെ കുറവായിരിക്കും. കാരണം മീഷോയിൽ ജ്വല്ലറി സാധനങ്ങൾക്കൊക്കെ നല്ല റേറ്റ് കുറവായില്ലേ. ഞാനങ്ങനെ ഡ്രസ്സ് സാധനങ്ങളൊന്നും എടുത്തിരുന്നില്ല ഫസ്റ്റ്. ഞാൻ ആദ്യമായിട്ട് എടുത്ത ഡ്രസ്സ് മോൾക്ക് കുറച്ച് ഡ്രസ്സുകൾ കുഞ്ഞത് ജസ്റ്റ് ടെസ്റ്റ് അടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ജ്വല്ലറി സാധനങ്ങൾ മാത്രമേ മേടിച്ചിരുന്നുള്ളൂ. അങ്ങനെ അപ്പം ഞാൻ ഇതിൻ്റെ ലിങ്കൊക്കെ നേരെ ഇതിൻ്റെ താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആയിരിക്കും എനിക്ക് വേണമെങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. എന്തായാലും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുകളാണ്. 500ൻ്റെ മുകളിലേക്കല്ല ഒന്നിൻ്റെ റേറ്റ് വരുന്നൊക്കെ 500ൻ്റെ താഴെ തന്നെയാണ്. ഇതിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ 100ൻ്റെ